ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. വനിതാ സംവരണ ബില്ലാണ് ബിജെപിയുടെ പ്രചാരണ ആയുധം. കോൺഗ്രസ് പ്രചാരണങ്ങൾക്കായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ഇന്ന് സംസ്ഥാനത്ത് എത്തുന്നുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. അച്യുതനും, പശ്ചിമബംഗാൾ ഒപ്പം തന്നെ തമിഴ്നാട്, ഈ രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. പശ്ചിമബംഗാളിൽ ഒന്നിലധികം ഘട്ടങ്ങളുണ്ട്. അതിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവസാന വട്ടത്തിൽ വോട്ടുറപ്പിക്കുക, ശക്തിപ്രകടനം നടത്തുക, ഇതൊക്കെയാണ് പാർട്ടികളൊക്കെ ലക്ഷ്യമിടുന്നത്. അതിനായി താരപ്രചാരകർ തന്നെ അവിടേക്ക് എത്തുകയാണല്ലേ? പ്രജിൻ കൃഷ്ണ, തീർച്ചയായിട്ടും. കാരണം ബംഗാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ആ പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്നത്. പ്രത്യേകിച്ച് ഈ വനിതാ സംവരണ ഭേദഗതി ബില്ല് അത് മുൻനിർത്തിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രചാരണം BJP ശക്തമാക്കിയത്. പ്രധാനമന്ത്രി തന്നെ ഇന്നലെ നിരവധി റാലികളിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും ആ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെയായിരിക്കും അവസാനിക്കുക. 152 മണ്ഡലങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചും അവിടെ വലിയ രീതിയിലുള്ള പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും ഇന്ന് സംസ്ഥാനത്തെത്തി വിവിധ റാലികളെ അഭിസംബോധന ചെയ്യും എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗം, ഒപ്പം തന്നെ SIR ക്രമക്കേട് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയുള്ള ഒരു പ്രചാരണമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നിരവധി വോട്ടർമാരെ BJP പുറത്താക്കി എന്നൊരു പ്രചാരണമാണ് TMCയുടെ റാലികളിലാകെ മമതാ ബാനർജി ഉയർത്തുന്നത്. എന്തായാലും വാശിയേറിയ ഒരു പോരാട്ടമാണ് നമുക്ക് ബംഗാളിൽ പൊതുവെ കാണാൻ കഴിയുന്നത്. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.